ചാത്തൻ സേവ അപ്പോൾ എന്തോ ദുർമന്ത്രം അല്ലെങ്കിൽ മന്ത്രവാദി ആ രീതിയിലേക്കാണ് എന്തോ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ്. ഇത്തരത്തിൽ അങ്ങനെയാണോ ഈ വിഷ്ണുമായ ഉപാസന എന്ന് പറയുന്നത്? അങ്ങനെയല്ല. പോത്തിന്റെ പുറത്ത് വരുന്നത് കാലനല്ലി ഞാൻ പറഞ്ഞ അല്ല. വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞാൽ ശാന്തസ്വരൂപനാണ്. മഹാദേവന്റെ പുത്രനാണ് വിഷ്ണുമായ. കൂളിവാകയും മഹാദേവനിൽ നിന്ന് കൂളിവാകയിൽ ഉണ്ടായ പുത്രനാണ്. അതായത് കരിങ്കുട്ടി സ്വാമിയെ കൂളിവാക്കി വളർത്താൻ പറ്റാത്തത് കൊണ്ട് മലവാരത്തമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു വളർത്താൻ വേണ്ടി. യഥാർത്ഥത്തിൽ വിഷ്ണുമായ ദുർമൂർത്തിയല്ല, ശാന്തസ്വരൂപനാണ്. കരിങ്കുട്ടി കരിങ്കളി ഇവർക്ക് അമാവാസി ദിവസം അർദ്ധരാത്രി 12 മണിക്കാണ് ഇവർക്ക് പൂജ കൊടുക്കുന്നത്. മദ്യമാംസാദികൾ വെച്ചുള്ള പൂജയാണ്, കവളാചാരത്തിലുള്ള പൂജയാണ് കൊടുക്കുന്നത്. നമ്മൾ എന്ത് സങ്കടം പറഞ്ഞാലും അത് ഫലത്തിൽ വന്നിരിക്കും. എൻ്റെ ശരീരത്തിൽ അമ്മ സ്വാമി വരുന്നുണ്ട്, അനുഗ്രഹിച്ചാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. സ്വാമി അങ്ങനെ ശരീരത്തിൽ പ്രവേശിക്കും, ശരീരത്തിൽ വരുന്നുണ്ട്. അത് എങ്ങനെയാണ്? അതിര് വിട്ടാൽ പച്ചയ്ക്ക് കത്തിക്കും, നിന്ന് കത്ത്. അതാണ് സ്വാമിയുടെ. അതിര് വിട്ടാൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതിര് വിട്ടാൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൂജാകാര്യങ്ങളിൽ എന്തെങ്കിലും ഫോൾട്ട് വന്നു. ഇന്ന് അബാക് മീഡിയയിൽ അതിഥിയായിട്ടുള്ളത് ചാത്തൻമഠം ശ്രീകുമാറാണ്. ചേട്ടാ നമസ്തേ. നമസ്തേ ചേട്ടാ, ഇപ്പോൾ വിഷ്ണുമായ ഉപാസന, അപ്പോൾ അങ്ങയെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. അങ്ങയുടെ കൂടെ കുറച്ച് ഉപാസന മൂർത്തികളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് വിഷ്ണുമായ ഉപാസന എന്ന് കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു കച്ചവട താല്പര്യത്തോടു കൂടി കാണുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിനൊരു ബിസിനസ് മാത്രമായിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങ് ഇതിലേക്ക് എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ വിഷ്ണുമായുടെ ഒരു അനുഗ്രഹം എപ്പോഴാണ് ലഭിക്കുന്നത്? നിസ്സാരം അനുഗ്രഹം കിട്ടുന്നെന്ന് പറഞ്ഞാൽ ചില കുടുംബ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജീവിക്കേണ്ടെന്ന് തോന്നി ആത്മഹത്യയുടെ വക്കിലെത്തിയതാണ്. ഇപ്പൊ അങ്ങനെ കുറച്ചു എന്നോട് പറഞ്ഞു സംസാരിക്കുന്ന വേളയിൽ ഒരു മെക്കാനിക് ആയിരുന്നു, അപ്പോൾ അതിൽ നിന്നും ജോലി ചെയ്ത് കുടുംബ പ്രശ്നങ്ങൾ വരുന്ന വഴിക്കാണെന്ന്. ആത്മഹത്യയുടെ വക്കിലായിരുന്നു. അവിടെ നിന്ന് ഭഗവാനും കാളിയമ്മയും കരിങ്കുട്ടി സ്വാമിയും മന്ത്രമൂർത്തിയാണ് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ ഇരിക്കെ അടുത്തൊരു മുത്താരമ്മ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്നാണ് പൂജാവിധികൾ പഠിക്കണം എന്നുള്ള പുള്ളി തോന്നിയത്. അങ്ങനെ ഞാൻ നെയ്യാറ്റിങ്കര കാളിദാസന്റെ കീഴിൽ പോയി പൂജാവിധികൾ പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കാനടിക്കാവ്, പെരിങ്ങോട്ടുകര, തറവാട് എന്നീ അമ്പലങ്ങളിൽ പോയി അവിടെ നിന്നാണ് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം എനിക്ക് പൂർണ്ണമായിട്ടുണ്ടായത്. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്നു പൂജാകാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് കണിയാപുരത്ത് ഒരു ദുർബാധ ഉപദ്രവം എന്നും പറഞ്ഞ് ഒരാൾ മുഖേന എന്നെ വിളിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് 23 വയസ്സായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായിരുന്നു. അത് അവർക്ക് പ്രശ്നമായി, വേണ്ട പ്രശ്നങ്ങളായി. അവരൊരു അമ്പലത്തിൽ കൊണ്ട് ഇരുത്തി, ഒരു ബന്ധുക്കൾ. അവിടെ നിന്നും ആ കുട്ടി പുറത്ത് വന്നു, വീട്ടുകാർക്ക് വീണ്ടും പ്രശ്നമായി. അങ്ങനെ ഞാനാണ് പോയി ആദ്യമായിട്ടാണ് ഒരു പൂജാവിധി ആ വീട്ടിൽ ചെയ്യുന്നത്. അത് ഫലം കാണുകയും ചെയ്തു. പിന്നെ അത് വെച്ചായിരുന്നു അറിഞ്ഞറിഞ്ഞ് എൻ്റെ തുടക്കം മുന്നോട്ടുള്ള യാത്രയിൽ. ആൾക്കാർ വിളിക്കുന്നതും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അതിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന കർമ്മങ്ങൾ സ്വാമിയുടെ കൃപ കൊണ്ട് ഫലം കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വിഷ്ണുമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ആളുകൾ പലപ്പോഴും ചാത്തൻ സേവ, അപ്പോൾ അങ്ങനെയായിരിക്കും അതിനെന്തോ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. ഇപ്പോൾ ചാത്തൻ സേവ അപ്പോൾ എന്തോ ദുർമന്ത്രം അല്ലെങ്കിൽ മന്ത്രവാദി ആ രീതിയിലേക്കാണ് എന്തോ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ്. ഇത്തരത്തിൽ അങ്ങനെയാണോ ഈ വിഷ്ണുമായ ഉപാസന എന്ന് പറയുന്നത്? അങ്ങനെയല്ല. വിഷ്ണുമായ എന്ന് പറയുന്നത് ശാന്തസ്വരൂപനാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് കാലനല്ലി പോത്തിന്റെ പുറത്തല്ലേ വരുന്നത്, പോത്തിന്റെ പുറത്ത് വരുന്നത് കാലനല്ലി. ഞാൻ പറഞ്ഞ അല്ല. വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞാൽ ശാന്തസ്വരൂപനാണ്. മഹാദേവന്റെ പുത്രനാണ് വിഷ്ണുമായ. കൂളിവാകയും മഹാദേവനിൽ നിന്ന് കൂളിവാകയിൽ ഉണ്ടായ പുത്രനാണ്. അതായത് കൂളിവാകയിൽ മഹാദേവൻ ആലിംഗനം ആയി പാർവതി ഭക്തിയായിരുന്നു കൂളിവാക. പാർവതീ ദേവിയെ കൂളിവാക ഭജിച്ചു. പാർവതീ ദേവി കൂളിവാകയുടെ വേഷത്തിൽ വന്നാണ് വിഷ്ണുമായ സ്വാമി ജനിക്കുന്നത്. കരിങ്കുട്ടി സ്വാമിയെ കൂളിവാക്കി വളർത്താൻ പറ്റാത്തത് കൊണ്ട് മലവാരത്തമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു വളർത്താൻ വേണ്ടി. യഥാർത്ഥത്തിൽ വിഷ്ണുമായ ദുർമൂർത്തിയല്ല, ശാന്തസ്വരൂപനാണ്. അറിഞ്ഞു വിളിച്ചാൽ നമുക്ക് പൂർവാധികം ഫലം തരുന്ന ശിവപുത്രനാണ് വിഷ്ണുമായ. അങ്ങക്ക് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, അത് എങ്ങനെയായിരുന്നു അനുഗ്രഹം ലഭിക്കുന്നത്, അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടിയെന്ന് അങ്ങ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഞാൻ ആദ്യം പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ക്ഷേത്രത്തിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് വലിയ തിരുമേനി വരുന്നു. തിരുമേനിയെ ഞാൻ നമസ്കരിച്ചു, കൈവച്ച് അനുഗ്രഹിച്ചു. അതിനുശേഷമാണ് സ്വാമിയുടെ അനുഗ്രഹം എനിക്ക് അവിടുന്ന് പൂർണ്ണമായും കിട്ടുന്നത്. പൂർണ്ണമായിട്ടും കിട്ടും. അതിനുശേഷമാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഫലം കണ്ടു തുടങ്ങിയത്. എങ്ങനെയാണോ കിട്ടിയെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്? അങ്ങ് കിട്ടിയെന്ന് പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്ന് പൂജാകാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതനുസരിച്ച് അതിന് ഫലം കണ്ടു വന്നു.
പൂർണ്ണമായ രൂപത്തിൽ ഫലം കണ്ടു വന്നു. എനിക്ക് കടങ്ങളുണ്ടായിരുന്നു, കടങ്ങളെല്ലാം ഒരുവിധം ഭഗവാനാണത് മാറ്റി തന്നത്. ഇപ്പം എന്നെ ഈ നിലയിൽ എത്തിച്ചതും ഈ ചാനലിൻ്റെ മുമ്പ് ഒരു അഭിമുഖത്തിനോ വന്നതും ഭഗവാൻ കാരണമാണ്. ഇപ്പം വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാൻ. ഞാൻ എന്ത് കാര്യത്തിന് വിളിച്ചാലും എൻ്റെ കൂടെ വന്നു. എങ്ങനെയാണ് ഇതിന്റെ ഉപാസന പദ്ധതികൾ പോകുന്നത്? ഉപാസന പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വീട്ടിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പൂജ കൊടുക്കുന്നുണ്ട്. 11 പേർക്കും പൂജ കണക്കായി കൊടുക്കുന്നു. അമാവാസി ദിവസം വിഷ്ണുമായും കരിങ്കുട്ടി കരിങ്കാളി ഇവർക്ക് അമാവാസി ദിവസം അർദ്ധരാത്രി 12 മണിക്കാണ് ഇവർക്ക് പൂജ കൊടുക്കുന്നത്. മദ്യമാംസാദികൾ വെച്ചുള്ള പൂജയാണ്, കവളാചാരത്തിലുള്ള പൂജയാണ് കൊടുക്കുന്നത്. ആ പൂജ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് കൊടുക്കുന്നത് തൃപ്തിയോടെ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് സങ്കടം പറഞ്ഞാലും അത് ഫലത്തിൽ വന്നിരിക്കും. നമ്മളെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അറിഞ്ഞു വിളിച്ചാൽ സങ്കടപ്പെടുന്നവന് കരുണാമയ മൂർത്തിയാണ് വിഷ്ണുമായ. അത് അനുഭവം കൊണ്ട് പഠിച്ചവനാണ് ഞാൻ. ഇപ്പം എൻ്റെ അവിടെ വരുന്ന ആൾക്കാർക്കും ഓരോരുത്തർക്കും അനുഭവങ്ങളായി തുടങ്ങി. ഇപ്പോൾ ഞാൻ തന്നെ കേട്ടുന്നു, പല ആളുകളും അറിഞ്ഞു വരുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ പൂജ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അറിഞ്ഞു വരുന്ന ആളുകളാണ് പലപ്പോഴും ഉള്ളത്. അപ്പോൾ ഒരാൾ വരുമ്പോൾ അയാൾക്ക് എന്താണ് പ്രശ്നമെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? പരിഹാരം നിശ്ചയിക്കുന്നത് ആദ്യം നമ്മൾ അവരെ നാളിൻ്റെത് വെച്ച് നോക്കും. നോക്കിക്കഴിഞ്ഞിട്ട് ഞാനെന്ന് പറയുന്നത് വീട്ടിൽ വരുന്നവരെ, എൻ്റെ ഭവനത്തിൽ വരുന്നവരെ ഭഗവാനെ വിളിച്ചു വരുത്തി അവരെ സാക്ഷി നിർത്തിയാണ് നോക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് അമ്മയെ വിളിക്കും, സ്വാമിയും ഇവരെല്ലാവരും വിളിച്ച് സാക്ഷി നിർത്തിയാണ് അവരെ മുമ്പ് വെച്ചാണ് നോക്കുന്നത്. അനുഗ്രഹിക്കും. എൻ്റെ ശരീരത്ത് അമ്മ സ്വാമി വരുന്നുണ്ട്, അനുഗ്രഹിച്ചാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. സ്വാമി അങ്ങനെ ശരീരത്തിൽ പ്രവേശിക്കും, ശരീരത്തിൽ വരുന്നുണ്ട്. അത് എങ്ങനെയാണ്? അത് നമ്മൾ ഉപാസന എങ്ങനെ ചെയ്യുന്നു അതിൻ്റെ ഫലം മൂലമായിരിക്കും. കടുത്ത രീതിയിലുള്ള ഉപാസനയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലത്തിലാണ് വരുന്നത്. നമ്മൾ ചെയ്യുന്ന ഉപാസനയുടെ രീതിയാണ്. സ്വാമിക്ക് എന്തുമാത്രം നമ്മൾ സ്വാമിയെ സ്നേഹിക്കുന്നുണ്ടോ ആ രീതിയിൽ നമ്മളെ സ്വാമിയെ സ്നേഹിക്കും. സ്വാമി എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞാണ്, 10 വയസ്സിനകത്ത് പ്രായമുള്ള കൊച്ചു കുഞ്ഞാണ്. നമ്മൾ എത്രത്തോളം സ്നേഹിക്കും നമ്മൾ അത്രത്തോളം സ്വാമിയെ സ്നേഹിക്കും. പക്ഷെ നമ്മൾ സ്വാമിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സ്വാമിയെ പൂജിക്കുന്നുണ്ട്, നമ്മുടെ സ്നേഹമോ നമ്മുടെ പൂജാവിധികളോ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നമ്മൾ ക്ഷമിക്കണം, നമ്മൾ സ്വാമി ക്ഷമിക്കും. അതിര് വിട്ടാൽ പച്ചയ്ക്ക് കത്തിക്കും, നിന്ന് കത്ത്. അതാണ് സ്വാമിയുടെ. അതിര് വിട്ടാൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതിര് വിട്ടാൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൂജാകാര്യങ്ങളിൽ എന്തെങ്കിലും ഫാൾട്ട് വന്നു, ആദ്യം നമ്മൾ പറയും ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറയും. പിന്നെയും ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തന്നെ ക്ഷമയ്ക്കൊരു അതിരില്ലേ. ക്ഷമ അതിര് വിട്ടാൽ എന്തും ചെയ്യും. മഹാദേവന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഭഗവാൻ അതിര് വിട്ടപ്പോഴാണ് ഇവിടുത്തെ തൃക്കണ്ണ് തുറന്ന് നശിപ്പിച്ചത്. ഭദ്രകാളി മധുരാപുരി ചുട്ടരിച്ചത് എന്തിനാണ്? ക്ഷമ അതിര് വിട്ടു. അമ്മയുടെ ചിലമ്പ് പോയി, ക്ഷമ അതിര് വിട്ടു. സ്വന്തം ഭർത്താവായ ബാലകനെ കൊന്നു. അപ്പോൾ അമ്മ ഉഗ്രരൂപിണിയായാണ് മധുരാപുരി ചുട്ടരിച്ചത്. അതേപോലെയാണ് സ്വാമി, പച്ചയ്ക്ക് നിന്ന് കത്ത്. അതാണ് സ്വാമിയുടെ പ്രത്യേകത. കരിങ്കുട്ടി സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുമായ സ്വാമിയുടെ അത്ര ക്ഷമ പോലും ഇല്ലാത്ത ഭഗവാനാണ്. ചതി വഞ്ചന ഇത് ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യം. ചതിയും വഞ്ചനയും ഭഗവാനെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മാത്രമല്ല, ജനങ്ങളെ ചതി വഞ്ചന ഇത് ഭഗവാൻ പൊറുക്കത്ത കാര്യം. അത് അങ്ങനെ അടുത്തേക്ക് വരുന്ന ആളുകളെ വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടിക്കും. തിരിച്ചടി കിട്ടുന്നത് മാത്രമല്ല, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ വരെയാണ്, ആ ആള് മറ്റൊരാളെ പറ്റിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. നമുക്കത് അറിയാൻ പറ്റും. ഭഗവാൻ എന്താ ഞാൻ പറയും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഭഗവാനോട് പറയുക, ഭഗവാൻ ചെയ്തു പോകും. അത്രയാണ്. അങ്ങനെയുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യില്ല. ഭഗവാനോട് പറയുക എന്താന്ന് വെച്ചാൽ. അതായത് ചതിച്ചും വഞ്ചിച്ചും വരുന്ന ആളുകൾ എന്തെങ്കിലും കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസുകൾ എടുക്കില്ല എന്നല്ല, നമുക്ക് അറിയാൻ പറ്റും. പറയുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ പ്രശ്നം അതല്ലല്ലോ എന്ന് പറയും. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഭഗവാനോട് പറയാം, ഞാനൊരു നിമിത്തം മാത്രം, ഭഗവാനാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം അമ്പലത്തിൽ പോയാലും വരുന്ന ഭക്തജനങ്ങൾ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ അത് അവരുടെ സങ്കടങ്ങൾ അവിടുത്തെ പോറ്റി തിരുമേനിയോട് പറയുകയാണ്. തിരുമേനിയാണ് അവർക്കൊരു അർച്ചന ചെയ്യുമ്പോഴും കാര്യങ്ങളും അത് മന്ത്രത്തിലൂടെയാണ് ദേവിയുടെ പറയുന്നത്.
മനസ്സിലായില്ലേ? അല്ലാതെ നാട്ടുകാർക്ക് നേരിട്ട് കയറി പറയാൻ പറ്റില്ലല്ലോ. ഒരു അമ്പലത്തിൽ കയറി അവർക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ നിൽക്കുന്ന തിരുമേനിയോടാണ് കാര്യം പറയുന്നത്. തിരുമേനി അവരുടെ സങ്കടങ്ങൾ ഭഗവാനോട് പറഞ്ഞ് ആണ് അതിനുള്ള പ്രതിവിധി പറയുന്നത്. ഇപ്പോൾ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും വരുന്ന ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും ആഗ്രഹ സബലീകരണത്തിനായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കുമോ? ചതിയും വഞ്ചനയും എന്ന് പറയുന്നത് ഭഗവാന് പുറക്കാത്ത കാര്യമാണ്. അതിൽ ഭഗവാൻ ഇടപെടത്തില്ല. നിങ്ങൾ ഇപ്പം നമ്മൾ അനുഗ്രഹിച്ച് പറഞ്ഞാലും ശരി തന്നെ, നിങ്ങൾ ഇന്നൊരാൾ ചതിച്ചിട്ടുണ്ടല്ലോ, അതുള്ളത് തന്നെ എന്ന് ചോദിക്കും. ഇപ്പോൾ ഇവര് ചതിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വഞ്ചിച്ചിട്ടുണ്ടോ എന്ന് ഈ വിഷ്ണുമായ സ്വാമിയാണ് അങ്ങോട് പറയുന്നത് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നത്? മനസ്സിൽ തോന്നുന്നതാണോ അതോ ആരെങ്കിലും ചെവിയിൽ പറയുന്നത് പോലെയാണ്? നമ്മുടെ അപ്പോഴും സ്വാമിയുടെ സാന്നിധ്യം നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് സ്വാമിയെ വിളിക്കുന്നത് ഇപ്പം വരുന്ന ആളുടെ പേരും നാളും പറയും. പറഞ്ഞിട്ട് ഭഗവാനെ ഇവർക്കൊരു പ്രശ്നമുണ്ട്, അതെന്താണെന്നുള്ള ഞാൻ നൽകുന്ന നിവേദ്യവും പൂജയും സ്വീകരിച്ച് എൻ്റെ വലതുവശത്തായിരുന്ന് എന്നെ അനുഗ്രഹിക്കണം. പറയുന്ന കാര്യങ്ങൾ സത്യവും ശരിയും ആകണമെന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ ഓരോ കാര്യം വിളിക്കുമ്പോൾ വിളിപ്പുറത്താണ്. നമ്മുടെ വലതുവശത്തായിരുന്ന് നാം ചെയ്യുന്ന പൂജയും കർമ്മങ്ങളും കൈകൊണ്ട് നിവേദ്യങ്ങളും സ്വീകരിച്ച് നമ്മുടെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്ന് പറഞ്ഞാണ് വരുത്തുന്നത്. ആദ്യം പറയുന്നത് മഹാദേവപുത്രനായ വിഷ്ണുവായ സ്വാമി കാടിളക്കി മലയാളയ്ക്ക് ചെമ്പൻ പോത്തിൻ പുറത്തേറി വന്ന് എൻ്റെ വലതുവശത്തായിരുന്ന് ഞാൻ ചെയ്യുന്ന പൂജകളും കർമ്മങ്ങളും നിവേദ്യങ്ങളും സ്വീകരിച്ച് ഞാൻ നോക്കുന്ന പ്രശ്നങ്ങളും അതെന്താണെന്ന് എൻ്റെ കൺമുന്നിൽ കാണിച്ചു തന്ന് അതിനുള്ള പരിഹാരവും കാണിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ